ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഗായ്സ്, കുറേ ടൈമിന് ശേഷം ഞങ്ങളൊരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങളിപ്പോ നാട്ടിലേക്ക് വന്ന് വെക്കേഷൻ ആയതുകൊണ്ട് നാട്ടിലേക്ക് വന്നതാണ്. അപ്പോ നാട്ടിൽ ഭയങ്കര ചൂട് ഗായ്സ്, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞങ്ങൾ കുറച്ച് ദിവസത്തേക്കാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. എന്തായാലും അവിടുന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചാണ് ഒരു ട്രിപ്പ് പോണം. അപ്പൊ ഞങ്ങൾ ഇവിടെ ഈ ചൂടും ആയതുകൊണ്ട് തന്നെ നമ്മൾ ഊട്ടിക്ക് പ്ലാൻ ചെയ്തു ഗൈസ്. ഊട്ടിക്ക് പോവാന്ന് പ്ലാൻ ചെയ്തു. അപ്പൊ ഈ വ്ളോഗ് ഫുൾ അതാണ് ഗൈസ്, ഊട്ടി ട്രിപ്പ്. അപ്പൊ നമുക്ക് അതിൽ തന്നെ കുറെ ഊട്ടി കാണാം, കുറെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാം. അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഗൈസ് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ 4 മണിക്ക് ഇറങ്ങി കേട്ടോ ഗൈസ്. രാവിലെ നേരത്തെ തന്നെ ഇറങ്ങി. ഞങ്ങളുടെ ഡ്രൈവർ അങ്കിൾ പറഞ്ഞു നേരത്തെ പോയി നമുക്ക് കുറേ കാണാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് വരും, പിന്നെ കാണാൻ പറ്റില്ല, ട്രാഫിക് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങി. പിന്നെ ഇടയിൽ നിർത്തിയിട്ട് ഫുഡൊക്കെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ ആയതുകൊണ്ട് ഹോട്ടലൊന്നും ഉണ്ടായില്ല, പൊതുവെ അവിടെ കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ പാക്ക് ചെയ്തു. ഇടയിൽ നിർത്തിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇഡ്ഡലി ചട്നിയൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും പോയിട്ട് ഇവിടെ നിന്ന് തന്നെ നമുക്ക് കേരളം ഒന്ന് ക്രോസ് ചെയ്ത് തമിഴ്നാട്ടിലെത്തുമ്പോൾ ഊട്ടിക്ക് പോണ വഴിയിൽ തന്നെ നമുക്ക് കുറേ ഉണ്ട് കേട്ടോ ഗൈസ് കാണാൻ. അവിടെ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്താലും മതിയായില്ല, അത്രയും നല്ല സ്പോട്ടുകൾ ഇതാവും, നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ ഇതിൽ. അങ്ങനെ കുറേ നമുക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഫുള്ള് ഊട്ടിയിൽ കുറേ സ്പോട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണണം. അപ്പോൾ അതെല്ലാം ഷൂട്ട് ചെയ്യണതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ക്ലിപ്പിങ്. ഇതാക്കണ്ടോ ഗൈസ്, ഫുൾ ട്രീസ്, ഫുൾ പർപ്പിൾ ഫ്ലവേഴ്സ്, പിന്നെ ടീ. നമുക്കിവിടെ ഫുൾ ടീൻ്റെ ചെടികളാണ്. പിന്നെ കുറേ സ്ഥലങ്ങളുണ്ട്. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ചെറിയ വീടുകൾ, കുറേ കളർഫുള്ളായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ ഇടയിൽ നിർത്തിയിട്ട് അതൊക്കെ കാണാൻ വേണ്ടി ഇടയിൽ നിർത്തിയിട്ടോ ഗൈസ് കുറച്ച് നേരം. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാ സ്ഥലങ്ങളും. ഊട്ടി കുറേ പേർക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ നല്ല എൻജോയ് ചെയ്ത്. ഞങ്ങൾക്ക് 1 ഡേ ട്രിപ്പാണ് കേട്ടോ ഗൈസ്. പെട്ടെന്ന് നമ്മൾ കുറച്ച് ദിവസം വെക്കേഷൻ വന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ട് ട്രിപ്പെല്ലാം തീർത്തിട്ട് വരാൻ വേണ്ടിയിട്ട് 1 ഡേ ട്രിപ്പായിരുന്നു. അപ്പോൾ ഈ 1 ഡേയിൽ തന്നെ നമുക്കെല്ലാം കാണണമായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയത്. പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്പോട്ടിലെത്തി. ഇതൊരു ഹില്ല് പോലെയാണ്, ഇവിടെ ഷൂട്ടിങ്ങൊക്കെ നടക്കാറുണ്ട്, മൂവീസിൻ്റെ കുറേ ഷൂട്ടിങ്ങൊക്കെ ചെയ്യാറുണ്ട് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നതാണ് കേട്ടോ ഗൈസ്. പകൽക്കോട് മുണ്ട് അങ്ങനെ എന്തോണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇതിങ്ങനെ കുറേ നടക്കാൻ മേലെ പോയിട്ട് അവിടെ ഒരു ഇങ്ങനെ സ്പേസ്. ആദ്യം ഇവിടെ നല്ല ഗ്രീനറി ആയിരുന്നു, ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് ഗ്രീനറിയൊക്കെ പോയി. പക്ഷെ ഞങ്ങൾ മേലെയൊക്കെ പോയി കണ്ടു. ഷൂട്ടിംഗ് സ്പോട്ടാണ് പറഞ്ഞു, നമ്മൾ കുറേ സിനിമയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടു ഫസ്റ്റ് സ്പോട്ട്. അപ്പം തന്നെ നല്ല വെയിലായിട്ടോ ഗൈസ് ക്ലൈമറ്റ്. പൊതുവെ ഊട്ടി തണുപ്പാണെന്നാണ് പറയുക, പക്ഷേ ഇപ്പം അത്ര തണുപ്പൊന്നും ഇല്ല കേട്ടോ ഗൈസ്. ഞങ്ങൾ പോയപ്പോൾ ഞങ്ങൾക്ക് അത്ര തണുപ്പൊന്നും തോന്നിയില്ല, നല്ല വെയിലുണ്ടായിരുന്നു. പിന്നെ ചില സ്ഥലത്ത് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടിറങ്ങി സെക്കൻഡ് സ്പോട്ട് എത്തിയിട്ടോ ഗൈസ്. ഇവിടുത്തെ ഒരു ഫേമസ് സ്പോട്ടാണ് നമ്മുടെ പൈൻ ഫോറസ്റ്റാണ്. പൈൻ ഫോറസ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ സ്പേസാണ് കേട്ടോ ഗൈസ്. കുറേ ട്രീസും ഇവിടെയും കുറേ ഷൂട്ടിങ്ങും മലയാളം മൂവീസ് ആയിക്കോട്ടെ കുറേ ലാംഗ്വേജിലെ മൂവീസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ അച്ഛനമ്മയും പറഞ്ഞു തന്നു ഇവിടെ വന്നപ്പോൾ. അപ്പോൾ ഞങ്ങൾ അതും ഫുള്ള് ഷൂട്ട് ചെയ്തു. താഴേക്ക് കുറേ ഇറങ്ങണം, പിന്നെ താഴെ ഒരു ചെറിയ ലേക്ക് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും, പിന്നെ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സ് ആകുമ്പോൾ പറയണ്ടല്ലോ, ഇൻഫ്ലുവൻസേഴ്സ് എന്നല്ല പൊതുവെ എല്ലാവരും ടൂറിസ്റ്റ് പ്ലേസിൽ പോകുമ്പോൾ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളും കുറേ റീൽസും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഫോട്ടോസൊക്കെ ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും, എല്ലാവരും പോയി ചെക്ക് ചെയ്യുക. പിന്നെ റീൽസൊക്കെ വഴി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഗൈസ് ഞങ്ങളുടെ ചാനലിൽ. വീഡിയോ എൻ്റെ വരെ കാണുക, മിസ് ചെയ്യരുത്. ഫുൾ നമുക്ക് ഊട്ടിയിൽ ഞങ്ങൾ പോണ കുറേ സ്പോട്ട് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ അച്ഛനമ്മയ്ക്കൊക്കെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കൊടുക്കുകയാണ്. ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കണ്ട് കുറേ നേരം, അവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ ഗൈസ്. കണ്ട് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്പോട്ട് എത്തി, ബോട്ട് ഹൗസിലേക്കാണ്. ഇവിടെ ബോട്ട് ഹൗസിൽ നമുക്ക് എൻട്രി ടിക്കറ്റ് ഉണ്ട്, അത് എടുത്തിട്ട് ഞങ്ങൾ അകത്തിൽ പോയി.
കുറച്ച് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ. ഇതിനെക്കാട്ടും തിരക്കാവും ഈവനിങ് ടൈമിൽ. അപ്പോൾ ഞങ്ങൾ പോയ ടൈം എന്തോ നല്ലതായതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾക്ക് പോകാൻ പറ്റി. എന്നിട്ട് കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഉള്ളിൽ പോയിട്ട് പിന്നെ ബോട്ടിന് വേറെ ടിക്കറ്റ് എടുക്കണം. അപ്പോൾ ഞങ്ങളത് എടുത്തിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഗൈസ്. ഇവിടെ മാനുവലായിട്ട് നമുക്ക് ചവിട്ടിയിട്ട് പോണ ബോട്ടും ഉണ്ട്, പിന്നെ ഇങ്ങനെ ഒരാൾ കൊണ്ടുപോകണം അങ്ങനെ ഒരു ബോട്ടും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോയത്. മാനുവലായിട്ടൊന്നും ചവിട്ടിയിട്ട് ഞങ്ങൾ പോയില്ല. നല്ല വെയിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു ബോട്ട് ബുക്ക് ചെയ്തിട്ട് ടിക്കറ്റ് അവിടെ നിന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഫാമിലി മാത്രമായിട്ട് പോയി. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. വെള്ളത്തിൽ കൂടെ ഫുൾ നമുക്ക് ആ ഒരു ലേക്ക് കാണാൻ പറ്റും, ഊട്ടിയിലെ ലേക്ക്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കുറച്ചൊക്കെ കാണാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ അതൊക്കെ കണ്ട് ഷൂട്ട് ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഒരു 20 മിനിറ്റ്സോളം നമുക്ക് ഞങ്ങൾ കറങ്ങി ഫുൾ ലേക്കിൽ. പിന്നെ അങ്ങനെ ഞങ്ങളുടെ കഴിഞ്ഞു, ഞങ്ങൾ ഇറങ്ങി. അവർ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അവർ ഫോട്ടോസൊക്കെ എടുത്ത് തരണം പറഞ്ഞാൽ അവർ എടുത്തൊക്കെ തരും. അപ്പോൾ ഞങ്ങൾ ഫോട്ടോസെല്ലാം എടുത്തു, കറങ്ങി, ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളുടെ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ സമയം ഒരു ഉച്ചയായിട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ അടുത്ത സ്പോട്ടിൽ പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇവിടെ നമുക്ക് കുറേ സ്ഥലത്ത് ഞങ്ങൾ ഇറങ്ങിയത് ഞാൻ നോട്ട് ചെയ്തൊരു കാര്യമാണ് ഗൈസ്. എല്ലാവിടെയും നമുക്ക് ഊട്ടി ചോക്ലേറ്റ്സ് കാണാൻ പറ്റും. ഊട്ടി ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആണ് കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങൾ മറന്നില്ല, ഞങ്ങൾ അവിടെ നിന്ന് ഊട്ടി ചോക്ലേറ്റ്സ് വാങ്ങാൻ ഇറങ്ങി. പിന്നെ കുറേ ചെറിയ ചെറിയ സ്റ്റോൾസ് പോലെ ഉണ്ടായിരുന്നു, നമുക്ക് തണുപ്പിന് പറ്റിയ ഐറ്റംസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇറങ്ങി റോസ് ഗാർഡനിലേക്ക് പോയിട്ടോ ഗൈസ്. ഇവിടെ കുറേ ടൈപ്പ് ഓഫ് റോസസ് ഉള്ളത് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കണ്ടതാണ്. ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ടു കുറേ ടൈപ്പ് ഓഫ് റോസസ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഞങ്ങൾ അവിടെ പോയി റോസ് ഗാർഡനിൽ പോയി. പക്ഷേ എന്താ അറിയില്ല, ഞങ്ങൾ പോയപ്പോൾ റോസ് കാണാൻ പറ്റി, പക്ഷെ കുറേ റോസിൻ്റെയൊക്കെ ചെടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റോസ് അതിൻ്റെ ഉള്ളിൽ കാണാൻ ഉണ്ടായിരുന്നില്ല. കുറേയൊക്കെ കണ്ടു, നോർമൽ നമ്മുടെ കുറേ ഫ്ലവേഴ്സൊക്കെ കണ്ടു, പക്ഷെ ചിലതിൻ്റെ ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. എന്നാലും നമ്മൾ റോസ് ഗാർഡൻ കണ്ടു, ഫുള്ള് കണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം തന്നെ ഉച്ചയായി, സമയം ഫുഡ് കഴിക്കേണ്ട സമയമായി. അപ്പം ഞങ്ങൾ ഇനി അടുത്തത് സ്പോട്ടിലേക്ക് പോകണ മുമ്പ് ഫുഡൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് ഇറങ്ങിയിട്ടോ ഗൈസ്. ഞങ്ങൾ നെക്സ്റ്റ് ബോട്ടണിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഊട്ടിയിൽ നമ്മൾ ഫേമസ് ആയി കേൾക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ ഗൈസ്, ബോട്ടാനിക്കൽ ഗാർഡൻ. കുറേ ഫ്ലവേഴ്സും പ്ലാന്റ്സും ഒക്കെ ഉള്ളത് നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ഞങ്ങൾ കണ്ടു കേട്ടോ ഗൈസ്. ഈ ബേർഡ് എത്ര സൂപ്പറായിട്ട് അവർ ഇത് ഫുൾ റിയൽ ഫ്ലവേഴ്സാണ് കേട്ടോ ഗൈസ്. ഫ്ലവേഴ്സ് വെച്ചിട്ട് അവർ ചെയ്തിരിക്കുകയാണ്. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈച്ച് ആൻഡ് എവറി നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റും. ഇവിടെയൊക്കെ ഷൂട്ടിംഗ് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ്. പോയിൻ്റ് ഔട്ട് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കേട്ടോ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറേ പ്ലാന്റ്സും പിന്നെ കുറേ ഗ്ലാസ് ഹൗസ് ഉണ്ട്. ഈ ഓരോരോ ഗ്ലാസ് ഹൗസിൽ നമുക്ക് കുറേ വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സ് കാണാൻ പറ്റും, ഫ്ലവേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഗ്ലാസ് ഹൗസിൽ കയറിയതിൽ കുറേ പ്ലാന്റ്സ് ആയിരുന്നു. അതിൻ്റെ പേരൊക്കെ ഡീറ്റെയിൽസൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് വായിക്കാൻ പറ്റും. കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. നമുക്ക് ഇതുവരെ നമ്മൾ കാണാത്ത കുറേ പ്ലാന്റ്സിനെയൊക്കെ കാണാൻ പറ്റി. അതൊക്കെ അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് നെക്സ്റ്റ് ഗ്ലാസ് ഹൗസ്. ഇതാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഗ്ലാസ് ഹൗസ് കേട്ടോ ഗൈസ്. ഇങ്ങനത്തെ 2-3 ഗ്ലാസ് ഹൗസ് ഉണ്ട്, അതിലെനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ പുറത്ത് തന്നെ നോക്കൂ ഗൈസ്, എത്ര നന്നായിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ച പോലെയാണ് പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്. എല്ലാം പോട്ട്സിലാക്കിയിട്ട് അറേഞ്ച് ചെയ്ത പോലെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് ഇത് മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്പോട്ടാണ് ഗൈസ്. എത്ര വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് നമുക്ക് കൗണ്ട് ചെയ്ത് പറ്റില്ല, അത്രയും ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ കാണാത്ത കുറേ ഫ്ലവേഴ്സ്, പേരറിയാത്ത ഫ്ലവേഴ്സ്, കുറേ വെറൈറ്റീസ് ഒക്കെ കണ്ടു കേട്ടോ ഗൈസ്. പക്ഷെ അന്ന് നമുക്ക് ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല, അവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പറിക്കാനൊന്നും പറ്റില്ല, ഫൈനുണ്ട്. ഫോട്ടോസ് എടുക്കാം, വീഡിയോസ് എടുക്കാം, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും പേരൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം നമുക്ക് അതൊക്കെ വായിക്കാൻ പറ്റും.
കുറേ കളർഫുൾ, ശരിക്കും നമ്മളൊരു കളർഫുൾ ഏരിയ ഫുൾ ഫ്ലവേഴ്സ് മാത്രം വെച്ചിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതൊക്കെ അടിപൊളിയായിരുന്നു. മേലെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, താഴെ കുറേ ചെടികളും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളൊരു ഉച്ച സമയത്ത് പോയതുകൊണ്ട് നമുക്ക് നന്നായി കാണാൻ പറ്റിട്ടോ ഗൈസ്. ഓവർ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്കവിടെ ഒന്നും നീറ്റായിട്ട് എല്ലാം കണ്ട് പുറത്തിറങ്ങണം. നമുക്ക് പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അത് ഞങ്ങൾക്ക് ഇവിടുന്ന് ഊട്ടിക്ക് നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ അവർ പ്ലാസ്റ്റിക് ബോട്ടിൽസൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതൊന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു 5 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെറിയ ബോട്ടിലോ പ്ലാസ്റ്റിക് ബോട്ടിലോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നാണ് അവിടെ. അങ്ങനെ പിന്നെ അവിടെ ഫുൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലമുണ്ടോ ഗൈസ് ഊട്ടി. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി എല്ലാം കണ്ട് ഊട്ടി ചോക്ലേറ്റ്സ് വാങ്ങി. കുറേ കടകളുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കടയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി ഞങ്ങളങ്ങനെ ഒരു കടയിൽ നിന്ന് വാങ്ങി. ഞങ്ങൾക്കും വാങ്ങി, കുറച്ച് റിലേറ്റീവ്സിനും വാങ്ങി. പിന്നെ ഇങ്ങനെ കുറേ സ്റ്റോളുകളൊക്കെ കണ്ടു. അവിടെ നിന്നും കുറച്ച് സാധനമൊക്കെ വാങ്ങി. ഊട്ടിയിൽ വന്നപ്പോൾ ഊട്ടിയിലത്തെ കുറച്ച് സ്പെഷ്യലായ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ ഇത് ഞങ്ങളുടെ ഫൈനൽ സ്പോട്ടാണ് കേട്ടോ ഗൈസ്. ഇതായിരുന്നു ഗൈസ് അടിപൊളി സ്പോട്ട്. നമുക്ക് ഫുൾ ഊട്ടി കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ് ഇവിടുന്ന്. ആക്ച്വലി ഇത് വ്യൂ പോയിൻ്റാണ്. ഇതിന് സൂസൈഡ് പോയിൻ്റ് എന്നും പറയും. സൂയിസൈഡ് ചെയ്യാറുണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ സ്പോട്ടും കൂടി. ഇവിടെ നിന്ന് ബ്യൂട്ടിഫുൾ ഹിൽസ്, നമുക്ക് എത്ര ഹിൽസ് ഉണ്ട് അതൊക്കെ കാണാൻ പറ്റും. ഫുൾ ഊട്ടി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്. കുറേ നേരം ഞങ്ങൾ അവിടെ തന്നെ നിന്ന് ഷൂട്ട് ചെയ്ത് നമുക്ക് കണ്ട് മതിയായില്ല, അത്രയും നല്ല സ്പോട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് നമുക്ക് മേലെ ടോപ്പിലും കയറി കാണാൻ പറ്റും, താഴെ നിന്നും കാണാൻ പറ്റും. പക്ഷേ നല്ല സൂക്ഷിച്ച് പോകണം. അവിടെ സേഫ്റ്റി ഇതെല്ലാം ഉണ്ട്, എന്നാലും നമുക്ക് നമ്മുടേതായ സേഫ്റ്റി വെച്ച് നമുക്ക് നല്ലതാണല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാം കണ്ടു, എല്ലാവരും ഇറങ്ങി കണ്ടു. പിന്നെ അവിടെ കുറേ മങ്കീസിനെയൊക്കെ കണ്ടു. ഞങ്ങളെല്ലാം ഫുഡ് അതാണ് അവർ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ കാരണം ഇതാണ്. മങ്കീസൊക്കെ വന്ന് നമ്മുടെ നിന്ന് സ്നാച്ച് ചെയ്ത് കൊണ്ടുപോകും ഫുഡൊക്കെ, നമ്മളെ ശല്യപ്പെടുത്താൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഗൈസ് ഈ വ്ളോഗിൽ. ഞങ്ങൾ കുറേ കാലത്തിന് ശേഷമാണ് ഒരു വ്ളോഗുമായിട്ട് വന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഞങ്ങളുടെ ചാനൽ. എല്ലാവരും ഞങ്ങളുടെ ലോങ് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. കുറച്ച് വ്യൂ കുറവാണ് ലോങ് വീഡിയോസിന്. പിന്നെ ഇനി അടുത്ത എന്ത് വീഡിയോസ് വേണമെന്ന് നിങ്ങൾ സജഷനിൽ പറയുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.